അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഇഷ്ടം മാത്രം എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്റ്റാർട്ടിങ് തന്നെ ഇഷിതേൻ്റെ അച്ഛനും അമ്മേനെയും വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മഹേഷിൻ്റെ അച്ഛനും ഇഷിതേൻ്റെ അച്ഛനും തമ്മിലുള്ള കോൺവെർസേഷൻ വരുന്നത്. അപ്പം മഹേഷിൻ്റെ അച്ഛൻ ഇങ്ങനെ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇഷിതേൻ്റെ അച്ഛൻ പറയും, നിങ്ങളറിയാത്തൊരു സത്യമുണ്ട്, എൻ്റെ മകൾക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന് പറയുമ്പം മഹേഷിൻ്റെ അച്ഛൻ ചോദിക്കും, നമ്മൾ രണ്ട് അച്ഛന്മാർക്ക് ഒരേ തരത്തിലുള്ള സങ്കടം തന്നെയാണ് നമ്മൾ മക്കളെ ആലോചിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ മാഷിനോട് ഒരു വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മാഷിൻ്റെ മോളെ എൻ്റെ മോന് വേണ്ടി ഞാൻ ആലോചിക്കട്ടെ, എൻ്റെ മോന് വേണ്ടി തരുമെന്ന് ചോദിക്കുമ്പോൾ മാഷിന് ഒരുപാട് സന്തോഷമാവും കേട്ടോ. മാഷിന് കണ്ണെന്നൊക്കെ ഇങ്ങനെ കണ്ണീര് വരും. അപ്പോൾ തിരിച്ച് ഇഷിതേൻ്റെ അച്ഛനും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എൻ്റെ മോക്ക് നിങ്ങളെ മോനും കൂടി തരുമെന്ന് ചോദിച്ചിട്ട് അവർ രണ്ടാളും ഭയങ്കര താല്പര്യത്തോടെ കൈയൊക്കെ കൊടുത്ത് സന്തോഷക്കണ്ണീരൊക്കെ വന്നു. എന്നിട്ട് അവർ പരസ്പരം പറയുന്നുണ്ട്, പക്ഷേ ഇത് നമ്മൾക്ക് നിറവേറ്റാൻ വേണ്ടി ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരുമെന്ന്. അങ്ങനെ അവർ കൈ കൊടുത്ത് പിരിഞ്ഞ് പിന്നത്തെ സീൻ കാണിക്കുന്നത് അവരെ ഭാര്യമാരോട് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടൊരു കേക്കൊക്കെ വാങ്ങിയിട്ടാണ് രണ്ടച്ഛന്മാരും റൂമിലോട്ട് പോകുന്നത്. അപ്പോൾ മഹേഷിൻ്റെ അച്ഛനാണ് ആദ്യം കേക്ക് വാങ്ങി പോണത്. എന്നിട്ട് അമ്മേനോട് പറയും, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ചോദിക്കും, എന്ത് സർപ്രൈസാ? അപ്പോൾ മഹേഷിൻ്റെ അച്ഛൻ പറയും, ഞാനൊരു കല്യാണം എന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ മഹേഷിൻ്റെ അമ്മ പറയും, അയ്യോ രാമ, നീ എന്നെ ചതിച്ചിട്ട് പോവാണോ? ഞാൻ അമാവാസി വരെ ഒന്നും കാത്തിരിക്കില്ല, നിന്നെ ഞാൻ കൊല്ലുന്നൊക്കെ പറയും. അപ്പം പറയും, അയ്യോ ഇങ്ങനെ പറയില്ലേ, നമ്മളെ മോൻ്റെ കാര്യമാണ് പറഞ്ഞത്, അടുത്ത വർഷം 2025 ആകുമ്പോൾ തന്നെ ഞാൻ മഹേഷിൻ്റെ കല്യാണം നടത്തിയിരിക്കും പറയും. അത് കഴിഞ്ഞിട്ടുള്ള സീൻസിൽ നമ്മളെ ഇഷിതേൻ്റെ അച്ഛൻ ഇതുപോലെ കേക്ക് വാങ്ങിയിട്ട് പോവും. അപ്പോൾ ചോദിക്കും, ഇതെന്താ ഇപ്പം കേക്കൊക്കെ ആയിട്ട് പറയും. അപ്പോൾ ഇങ്ങനെ പറയും, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കൊരു കല്യാണക്കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ചോദിക്കും, നിങ്ങൾ പിന്നെയും കല്യാണം കഴിക്കാൻ പോവുകയാണോ? അതിന് ആരാ സമ്മതിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഇഷിതേൻ്റെ അച്ഛൻ പറയും, നീ ഒരു NOC തരികയാണെങ്കിൽ ഞാൻ ആലോചിക്കാമെന്ന് പറയും. അപ്പോൾ പറയും, ശരി ഞാൻ NOC തന്നിരിക്കുന്നു, നിങ്ങൾ വേറെ കെട്ടി മുടിഞ്ഞു പോകാമെന്ന് പറയും, അനുഭവിച്ചു പോകാമെന്ന് പറയും. അപ്പം ഇഷിതേൻ്റെ അച്ഛൻ പറയും, എൻ്റെതല്ല മോളെ കാര്യമാണ്, മോൾക്ക് വേണ്ടി നല്ലൊരു ചെക്കനെ കണ്ടു വെച്ചിട്ടുണ്ട് എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് രണ്ട് വീട്ടുകാരും തമ്മിൽ ഭാര്യമാരെ കൺവിൻസ് ചെയ്യിക്കുന്നതാണ്. ഞാനിങ്ങനെ ഇഷിതേൻ്റെ അച്ഛൻ പറയും, ഞാൻ നല്ലൊരു കുടുംബത്തിലെ ചെക്കനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, പുറത്ത് നല്ല പേരും പ്രശസ്തിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇഷിതേൻ്റെ അമ്മ അങ്ങനെ ചോദിക്കും, എന്താ അച്ഛന് പണി, അമ്മയ്ക്ക് പണി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പം മൂപ്പരാൾ അതൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ മഹേഷിൻ്റെ ഒരു ബന്ധാണെന്നുള്ളത് പറയൂല കേട്ടോ. അങ്ങനെ തിരിച്ച് മഹേഷിൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ഇഷിതേൻ്റെ കാര്യങ്ങൾ പറയും. നാട്ടിൽ നല്ല വിലയുള്ളതാണ്, അച്ഛന് സർക്കാർ ജോലിയാണ്, വീട്ടിൽ 3 മക്കളുണ്ടായാലും ഇളയ മോളെയാണ് നമ്മൾ ആലോചിക്കുന്നത്, നല്ല സ്റ്റാറ്റസും ഇതൊക്കെ ഉള്ളതാണ്, അമ്മായിമ്മയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ലതാണ്, നല്ല കുടുംബമാണ് എന്നൊക്കെ പറയും. അവർ 2 ഭാര്യമാരും അതിൽ കൺവിൻസ്ഡ് ആയിട്ട് പറയും, ശരി എന്നാൽ നമ്മൾക്ക് ആലോചിക്കാമെന്ന് പറയും. അപ്പോൾ മഹേഷിൻ്റെ പെങ്ങളെ മഞ്ജിമ വന്നിട്ട് ചോദിക്കും, അല്ല അച്ഛാ, അപ്പോൾ നമ്മൾ ആദരേൻ്റെ കാര്യം അപ്പം അച്ഛൻ പറയും, അതൊന്നും ഇനി സംസാരിക്കേണ്ട, അതൊന്നും ഇനി വേണ്ടാന്ന് പറയും. അപ്പം മഹേഷിൻ്റെ അമ്മ പറയും, അച്ഛൻ കൊണ്ടുവന്ന ആലോചന മതി, നല്ല വീട്ടുകാരാണ്, എനിക്കിഷ്ടമായി, നമ്മൾക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറയും. അപ്പോൾ അപ്പുറത്ത് ഇഷിതേൻ്റെ അനിയത്തി സുജി പറയും, അല്ല അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പം ചോദിക്കും, എന്താന്ന് ചോദിക്കും. അപ്പോൾ പറയും, നമ്മൾക്ക് ഇഷിതേൻ്റെയും മഹേഷിൻ്റെയും കല്യാണം നടത്താം, അതാണ് ഏറ്റവും നല്ലതെന്ന് പറയും. അപ്പം ഇഷിതേൻ്റെ അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയും, ഞാൻ ജീവിച്ചിരിക്കുമ്പം മഹേഷിൻ്റെ ഇഷിതേൻ്റെ കല്യാണം ഞാൻ സമ്മതിക്കില്ല, അങ്ങനത്തെ ഒരു മൂദേവിയായ അമ്മായിമ്മേൻ്റെ അടുത്തേക്ക് ഞാൻ എൻ്റെ മോളെ ഒരിക്കലും വിടൂല എന്ന് പറയും. അപ്പോൾ ഇഷിതേൻ്റെ അച്ഛൻ ഇങ്ങനെ മനസ്സിൽ പറയും, ഈശ്വര, ഭാര്യനോട് തല്ല് കിട്ടി എന്നുള്ള ചീത്തപ്പേര് ഈ വയസ്സാം കാലത്തേക്ക് ഉണ്ടാക്കി തരരുതേ എന്നൊക്കെ പറയും. എന്നിട്ടാണ് നമ്മൾ ഇഷിത കാറിൽ വരും, മഹേഷും കാറിൽ വരും. അങ്ങനെ മഹേഷ് ഇഷിതേനോട് വയ്ക്കും, അല്ല എങ്ങോട്ടേക്കാണ് പോണേ? അപ്പോൾ ഇഷിത പറയും, ഞാൻ സ്വർണ്ണം വാങ്ങിക്കാൻ പോവാണെന്ന് പറയും. അപ്പോൾ മഹേഷ് പറയും, സ്വർണ്ണം വാങ്ങാൻ പോകുമ്പോഴും ചന്ത വർത്താനാണല്ലോ എന്ന് പറയും. അപ്പോൾ ഇഷിതയ്ക്ക് അത് കേട്ടിട്ട് ദേഷ്യം വരും കേട്ടോ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല, ഞാൻ പോവാണെന്ന് പറയും. അപ്പോൾ മഹേഷിക്കും, അല്ലല്ല എങ്ങടാ പോണത്, അത് എൻ്റെ കാർ പാർക്കിങ്ങാണ്, ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിയ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ്, കാറെടുത്ത് മാറ്റിയെന്ന് പറയും. അപ്പോൾ ഇഷിത ചോദിക്കും, ഇന്നൊരു ദിവസത്തേക്ക് അത് അവിടെ നിന്നോട്ടെ എന്ന് പറയും. അപ്പോൾ പറയാം, അയ്യോ ഞാൻ നിന്നോട് ഇത് സഹായം ചെയ്യാൻ നീ എൻ്റെ ആരും അല്ലല്ലോ എന്ന് ചോദിക്കും. എന്നിട്ട് ഇഷിതേനോട് പറയാം, ഇപ്പോൾ ചെന്ന് മാറ്റിയെന്ന് പറയുമ്പോൾ ഇഷിത അത് മാറ്റാൻ പോകുമ്പോൾ കാറ് സ്റ്റാർട്ടാവാത്ത സമയത്ത് ഇഷിതേൻ്റെ അച്ഛൻ വന്നിട്ട് ചോദിക്കും, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം മഹേഷ് പറയും, ഇത് എൻ്റെ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ്, ഈ കാർ ഇവിടുന്ന് എടുത്ത് മാറ്റണം എന്ന് പറയും. അപ്പം ഇഷിത പറയും, അച്ഛാ കാറ് സ്റ്റാർട്ടാവില്ല എന്ന് പറയും. അപ്പോൾ ഇഷിതേൻ്റെ അച്ഛൻ പറയും, എന്നാൽ ശരി മോനെ, ഞാനൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ച് വരാം, എന്നിട്ട് നിൻ്റെ കാറ് ഞാനിവിടെ നിർത്തിക്കോളാം എന്ന് പറയുമ്പം ശരി ആയിക്കോട്ടെ, കീ കാറിലുണ്ട് പറഞ്ഞിട്ട് മഹേഷ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവും. പിന്നെ കാണിക്കുന്നത് ചിപ്പിയാണ്. ചിപ്പി ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ. ക്രിസ്മസ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അപ്പോൾ രചന എന്ന് പറയും, ഇത്
അച്ഛൻ്റെ ഗിഫ്റ്റാണ് മോൾക്ക് എന്ന് പറയും. അപ്പോൾ ചിപ്പി ഇങ്ങനെ മഹേഷിനെയാണ് ആലോചിക്കുക. അപ്പോൾ ആകാശ് പറയും, മോൾക്ക് ഒരുപാട് സന്തോഷമായില്ലേ, ഇന്ന് ഇവിടെ ഒരു ഫ്രണ്ട്സും വീട്ടിൽ പോകണില്ല, ഇന്ന് ചിപ്പീൻ്റെ കൂടെ രാത്രി ഇവിടെ ഫുൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ട് രചന പറയും, ആകാശ് എനിക്ക് ഒരുപാട് സന്തോഷമായി, നീ ഇങ്ങനെ മോളെ സന്തോഷത്തിലും ടൈം കൊടുത്തും നിർത്തണേനെന്ന് പറയും. അപ്പോൾ ചിപ്പി റൂമെന്ന് പറയും, എനിക്കിഷ്ടമല്ല ഈ അങ്കിളിനെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു.